رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب صدق الله العظيم പരിശുദ്ധ ഹജ്ജ് ഉംറ കർമ്മങ്ങളെക്കുറിച്ച് നാം ഇതിനു മുൻപ് 2 ആഴ്ച ഇടവേളകളിലായി 2 ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. ഇന്ന് ആ ഇനത്തിൽ 3-ാമത്തെ ക്ലാസ്സാണ് നാം നടത്തുന്നത്. നാം ഇതുവരെ ഹജ്ജ് ഉംറ കർമ്മങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ലഭിക്കുന്ന പുണ്യങ്ങളുമൊക്കെയാണ് കാര്യമായി വിവരിച്ചത്. അങ്ങനെ നാം യാത്ര പുറപ്പെട്ടു, മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചു. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് കഴിഞ്ഞതുവരെയാണ് നാം വിവരിച്ചത്. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് നാം കുറച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പരിശുദ്ധ കഅബ ഷരീഫ് നമ്മുടെ കണ്ണിൽപ്പെടുക. കഅബ ഷരീഫ് നേരിൽ കാണുമ്പോൾ ചൊല്ലാനുള്ള ദിക്ർ اللهم زد هذا البيت تشريفا وتعظيما وتكريما ومهابة وبرا وزد من شرفه وكرمه ممن حجه أو اعتمره تشريفا وتعظيما. ഈ ദിക്റാണ് കഅബ ഷരീഫ് നേരിൽ കാണുമ്പോൾ നാം ചൊല്ലേണ്ടത്. ഇതൊക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ചൊല്ലാനും പറയാനുള്ളതൊക്കെ സുന്നത്ത് മാത്രമാണ്. അഥവാ ആ സന്ദർഭത്തിൽ അത് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് മുഴുവൻ ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ, അതുകൊണ്ട് നമ്മുടെ ഹജ്ജ് ഉംറ കർമ്മങ്ങളെ ഒരു നിലക്കും ബാധിക്കുകയില്ല. അപ്പൊ ഇതൊക്കെ ആദ്യം തന്നെ ഒന്ന് വായിച്ച് ഒന്ന് ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ ദിക്റിന്റെ പുസ്തകമുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് ചൊല്ലാവുന്നതാണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നാം മുൻപോട്ട് പോകുന്നു. ഈ ദർസിന്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ബഖറയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഈ പരിശുദ്ധ കഅബ ഷരീഫ് കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ നടത്തിയ ദുആയാണ്. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കഅബയുടെ ചുമരുകൾ അതിൻ്റെ അസ്ഥിവാരത്തിൽ നിന്ന് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദുആ ചെയ്തു, നാഥ ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കുമാറാകണമേ, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. തുടർന്ന് ദുആ ചെയ്തു, റബ്ബനാ അരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. നാഥ ഞങ്ങൾക്ക് നീ ഈ അനുഷ്ഠാന കർമ്മങ്ങൾ, ഹജ്ജ് ഉംറ മുതലായ അനുഷ്ഠാന കർമ്മങ്ങൾ എപ്രകാരമാണ് നിർവഹിക്കേണ്ടത് എന്ന് കാണിച്ചു തരണമേ എന്ന് ദുആ ചെയ്തു.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് എങ്ങനെയാണ് ഹജ്ജും ഉംറയും നിർവഹിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ഇബ്രാഹിം നബിക്ക് പഠിപ്പിക്കപ്പെട്ട കർമ്മമാണ് നാം ഇവിടെ ചെയ്യാൻ ആരംഭിക്കുന്നത്. നാം പരിശുദ്ധ കഅബ ഷരീഫ് നേരിൽ കാണുന്നതോടുകൂടി ഈ ചൊല്ലാനുള്ള ദിക്ർ ചൊല്ലുന്നു. മീഖാത്തിൽ നിന്ന് നാം ആരംഭിച്ച തൽബിയത്ത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പിന്നീട് തൽബിയത്ത് ചൊല്ലൽ സുന്നത്തില്ല. അങ്ങനെ നമ്മൾ മതാഫിലേക്ക് പോകുന്നു. മതാഫ് എന്ന് പറയുമ്പോൾ കഅബ ഷരീഫിന് ചുറ്റും ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് മതാഫ് എന്നാണ് പറയുക. മസ്ജിദുൽ ഹറാമിന്റെ ഓരോ സ്ഥലത്തിനും ഓരോ പേരുകളുണ്ട്. അപ്പൊ ഈ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് മതാഫ് എന്നാണ് പറയുക, അഥവാ കഅബയെ ചുറ്റുന്ന സ്ഥലം. അതിലൂടെ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായി പരിശുദ്ധ കഅബ ഇടത്ത് ആക്കിക്കൊണ്ടാണ് നാം കഅബയെ ചുറ്റുക. അപ്പൊ ആ ദിശയിൽ നമ്മൾ ഇങ്ങനെ നടക്കുന്നു. നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹജറുൽ അസ്വദിന്റെ ആ മൂലയിൽ എത്തും. കഅബയുടെ നമുക്കറിയാം ചതുരാകൃതിയിലാണ് പരിശുദ്ധ കഅബ ഷരീഫ് ഉള്ളത്. കഅബയുടെ ഓരോ കോർണറിനും ഓരോ പേരുണ്ട്. ഈ ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന ആ കോർണറിന് പറയുന്ന പേരാകുന്നു, ആ കോർണറിൽ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. റുക്നുൽ യമാനി എന്നാണ് ആ ഭാഗത്തിന് പറയുക. ആ ഹജറുൽ അസ്വദിന്റെ നേരെ നാം എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കുന്നത്. അതിന്റെ മുൻപ് നാം അവിടെ എത്താൻ വേണ്ടി ആ നടക്കുന്ന നടത്തം തവാഫിൽ ഉൾപ്പെടുകയില്ല. ഹജറുൽ അസ്വദിൽ നിന്ന് ആണ് ആരംഭിക്കുന്നത്. ഈ ഹജറുൽ അസ്വദിന്റെ കോർണറിൽ നിന്ന് തവാഫ് ആരംഭിക്കുമ്പോൾ ചൊല്ലാനുള്ള ദിക്ർ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. അത് ഹജറുൽ അസ്വദ് മുത്തിക്കൊണ്ട് തുടങ്ങൽ സുന്നത്താണ്. ഇനി മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിമെ തൊട്ട് ആരംഭിക്കൽ സുന്നത്താണ്. ഇതിനൊക്കെ തന്നെ പ്രത്യേകിച്ച് ഈ ഹജ്ജിന്റെ വേളയിൽ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ ഹജറുൽ അസ്വദിന്റെ കോർണറിൽ നിന്ന് അവിടെ പ്രത്യേകം പച്ച ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുകയാണ് വേണ്ടത്. ഇങ്ങനെ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് തവാഫ് ആരംഭിക്കുന്നു. എന്നിട്ട് അല്ലാഹുമ്മ ഈമാനം ബിക, ആ തക്ബീർ ചൊല്ലിക്കൊണ്ട് തുടർന്ന് ചൊല്ലാനുള്ള ദിക്ർ അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹ്ദിക വത്തിബാഅൻ ലിസുന്നതി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നാം തവാഫ് ആരംഭിക്കുന്നു. ഈ തവാഫ് ആരംഭിക്കുന്നതിന് മുൻപ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മീഖാത്തിൽ നിന്ന് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകുമെങ്കിലും ഈ തവാഫിന്റെ സന്ദർഭത്തിൽ ഇൽത്തിബാഴ് എന്ന് പറയുന്ന രൂപത്തിലാണ് അത് ധരിക്കേണ്ടത്. അഥവാ ഈ ഇഹ്റാമിന്റെ വസ്ത്രം വലത്തെ തോൾ ഒഴിവാക്കിക്കൊണ്ട് അവിടെ താഴെ കൂടിയാണ് ഇടുക, മേലിലൂടെ അല്ല ഇടുക. അതേസമയത്ത് ഇടത്തെ തോളിന്റെ മേലെ തന്നെയായിരിക്കും. ഇങ്ങനെ മേലെ വരും, എന്നിട്ട് ഈ വലത്തെ തോളിന്റെ താഴെയിലൂടെയാണ്. അതിന് ഇൽത്തിബാഴ് എന്നാണ് പറയുക. അത് ഈ ഫർളായ തവാഫിൽ മാത്രമാണ് ഇൽത്തിബാഴ് സുന്നത്തുള്ളത്. ഫർളായ തവാഫിൽ മാത്രമാണ് ഇൽത്തിബാഴ് സുന്നത്തുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് നാം സാധാരണഗതിയിൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരമാണ് സുന്നത്ത്. എന്നാൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തവാഫാകുന്നു തഹിയ്യത്തിന്റെ സ്ഥാനത്തുള്ള സുന്നത്ത്. ആ തവാഫുകൾ ചെയ്യുകയാണെങ്കിൽ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണെങ്കിലും അവിടെ ഇൽത്തിബാഴ് ആവശ്യമില്ല. അപ്പൊ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, നമ്മൾ ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുകയില്ലല്ലോ എന്ന്. അതിന് നാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഹജ്ജ് 3 രൂപത്തിലുണ്ട്. 1 തമത്തുഅ്, 2 ഖിറാൻ, 3 ഇഫ്രാദ്. അതിൽ ഈ ഖിറാൻ ആയിക്കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവര് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോഴൊക്കെ തവാഫ് ചെയ്തേക്കാം, സുന്നത്തായ തവാഫ്. പക്ഷെ അപ്പോഴൊന്നും ഈ ഇൽത്തിബാഴ് സുന്നത്തില്ല. ഫർളായ തവാഫിൽ മാത്രമാണ് ഇൽത്തിബാഴ് സുന്നത്ത് ഉള്ളത്.
അപ്പോ നമ്മള് തവാഫ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ റുത്തിബാളിൽ ആയ രൂപത്തിൽ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആരംഭിക്കേണ്ടത്. ഇങ്ങനെ നാം 7 പ്രാവശ്യം കഅബ ഷരീഫ് തവാഫ് ചെയ്യുന്നു. ഈ തവാഫ് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട സംഗതി, ഈ തവാഫ് ചെയ്യുക എന്നത്, ഒരു കേന്ദ്രത്തിന് ചുറ്റും ചുറ്റുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ഭാഗമാണ്. നമുക്കറിയാം, നിങ്ങളൊക്കെ അഭ്യസ്ത വിദ്യരായവരാണ്. ഏറ്റവും ചെറിയ ഒരു കണിക, ഒരു ആറ്റം മുതൽ അങ്ങ് ബഹിരാകാശ ലോകത്തുള്ള സൗരയൂഥങ്ങളും ഗാലക്സികളും ഉൾപ്പെടെയുള്ള എല്ലാ ചരാചരങ്ങളും ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല, സർവ്വലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാപഞ്ചിക വ്യവസ്ഥയെ സംവിധാനിച്ചിട്ടുള്ളത് ആ രൂപത്തിലാണ്. അത് നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരിക്കൽ ഫർളാക്കിയ ഹജ്ജ് കർമ്മത്തിൽ, അതുപോലെ തന്നെ സാധ്യമാകുന്ന അത്ര ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും ഈ ന്യൂക്ലിയസിന് ചുറ്റും ഈ പ്രദക്ഷിണം ചെയ്യുന്ന സംവിധാനം അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇത് 4000 വർഷം മുൻപ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണ് ഈ ഹജ്ജിന് തുടക്കം കുറിച്ചത്. നമ്മുടെ ചരിത്രാധീന കാലത്താണ് ഈ പറയുന്നത്. അതിനു മുൻപ് പണ്ഡിത ആയത്തുകളുടെ സൂചനകൾ വെച്ചുകൊണ്ട് ഈ പരിശുദ്ധ കഅബ ഷരീഫ് ആദ്യം തന്നെ ഇവിടെ ഉണ്ടെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഈ ഭൂമുഖത്ത് സ്ഥാപിച്ചത് പരിശുദ്ധ കഅബ ഷരീഫാണെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ ഹജ്ജും ആരംഭിച്ചിട്ടുണ്ട് എന്നും പണ്ഡിതന്മാർ വിവരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നാം ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ ആണ് നടന്നു വരുന്നത്. അത് അന്ന് മുതൽ ഇന്നോളം നടക്കുന്നുണ്ട്. അതാവട്ടെ 4000 വർഷം മുമ്പ്. ഈ 4000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച മനുഷ്യർക്ക് ഒരിക്കലും ഈ പ്രാപഞ്ചിക വ്യവസ്ഥ, ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഏറ്റവും ചെറിയ ഒരു കണിക മുതൽ ഭീമാകാരങ്ങളായ നക്ഷത്ര സമൂഹങ്ങൾ വരെ ആ രൂപത്തിലാണ് നിലകൊള്ളുന്നത് എന്നൊരിക്കലും അറിയുമായിരുന്നില്ല. ഇനി 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അത് അറിയുമായിരുന്നില്ല. ഈ കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാത്രമാണ് അതെല്ലാം മനുഷ്യന് കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പരിശുദ്ധ കഅബ ഷരീഫ്, ആ കഅബ ഷരീഫിൽ വന്നുകൊണ്ട് ഹജ്ജ് ഉംറ കർമ്മം നിർവഹിക്കൽ, അതിനെ പ്രദക്ഷിണം ചെയ്യൽ, ഇതെല്ലാം സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംവിധാനമാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാകുന്നു ഈ തവാഫ് എന്നത്. അതുകൊണ്ടാണ് ഈ മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. എന്തെന്ന് ദൃഷ്ടാന്തങ്ങൾ, എന്തെന്ന് തെളിവുകൾ? ഇത് ഈ സർവലോക സൃഷ്ടാവായ അള്ളാഹുവിന്റെ ഭവനമാകുന്നു. ഈ ഹജ്ജ് എന്ന കർമ്മം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ളതാകുന്നു എന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും ആ പരിശുദ്ധ ഭവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നിർഭയനായി തീർന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിപ്പോ നമ്മൾ ഭൂമിയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ളതാണ് കഅബ ഷരീഫ്. എന്നാൽ ഈ ഭൂമുഖത്ത് മാത്രമല്ല ഈ കഅബയെ പോലെ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഭവനം ഉള്ളത്. 7 ആകാശങ്ങളിലും ഈ കഅബ ഷരീഫ് പോലെയുള്ള ഭവനങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് വേളയിൽ ആകാശാരോഹണം നടത്തിയപ്പോൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ വ്യത്യസ്ത ആകാശ ലോകത്ത് വെച്ച് കണ്ടതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ഈ കഅബ ഷരീഫ് എടുത്തുയർത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് 7-ആം ആകാശത്തുള്ള
കഅബ ഷരീഫിൽ വെച്ചാണ്. അതിന് പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത് ബൈത്തുൽ മഅമൂർ. ഇങ്ങനെ എല്ലാവരും സന്ദർശിക്കുകയും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ ഭവനം ബൈത്തുൽ മഅമൂർ എന്ന് പരിശുദ്ധ ഖുർആനിൽ അതിന് പ്രയോഗിച്ചിട്ടുണ്ട്. ആ ബൈത്തുൽ മഅമൂറിൽ, അവിടുത്തെ ബൈത്തുൽ മഅമൂറിന് അഥവാ അവിടുത്തെ കഅബ ഷരീഫിൽ പുറംചാരി ഇങ്ങനെ ഇരിക്കുന്ന രൂപത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് വേളയിൽ കണ്ടത് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഅബ പ്രദക്ഷിണം എന്നത് നാം ഈ പ്രപഞ്ചത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സർവചരാചരങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒരു ധർമ്മമാണ്, ഒരു ഇബാദത്താണ് എന്ന ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നാം ഹജറുൽ അസ്വദിൽ നിന്ന് അത് ആരംഭിച്ചു. ആരംഭിക്കുമ്പോൾ ചെല്ലാനുള്ള ദിക്റ് നാം പറഞ്ഞു. ഇനി ഈ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം ദിക്റുകളും ദുആകളുമാണ് ചൊല്ലേണ്ടത്? ആകെ ഒരേ ഒരു ദിക്ർ, ഒരേ ഒരു ദുആ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിദായി വന്നിട്ടുള്ളത്. അഥവാ തവാഫ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. അതാവട്ടെ റുക്നുൽ യമാനിയിൽ എത്തുമ്പോഴാണ്. നാം ഹജറുൽ അസ്വദിൽ നിന്ന് തവാഫ് ആരംഭിച്ചു. ആദ്യത്തെ ചതുരം കഴിഞ്ഞു. രണ്ടാമത്തേത് ഹിജർ ഇസ്മായിലിന്റെ ചതുരമാണ്. അത് കഴിഞ്ഞു. മൂന്നാമത്തേത് തീരുമ്പോൾ നാം റുക്നുൽ യമാനിയുടെ ആ ചതുരം ആരംഭിക്കുന്നു. അതിനാണ് റുക്നുൽ യമാനി എന്ന് പറയുന്നത്. അഥവാ ഹജറുൽ അസ്വദ് നിലകൊള്ളുന്ന കോർണർ, അതിന്റെ മുൻപത്തെ കോർണർ, അതിന് രണ്ടിനും ഇടയിലുള്ള ഈ ഭാഗത്തിന് റുക്നുൽ യമാനി എന്ന് പറയും. അവിടെ എത്തുമ്പോൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഇതാണ് ചൊല്ലേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴേക്ക് ഏതാനും പ്രാവശ്യം ചൊല്ലാൻ സമയം ഉണ്ടാവും. ഹജ്ജിന്റെ സമയമാണ്, നല്ല തിരക്കായിരിക്കും. അപ്പൊ അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇനി ബാക്കി 3 ഭാഗങ്ങളിൽ നമ്മൾ ചുറ്റുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ആവർത്തിക്കുക. ആ ഹജറുൽ അസ്വദിലേക്ക് ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ന ദിക്റാണ്, ഇന്ന ദുആയാണ് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വാരിദായി വന്ന ഏത് ദിക്റും ദുആയും അവിടെ വെച്ച് ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമുള്ളവർക്ക് മനഃപ്പാടമുള്ളത് ഓതാവുന്നതാണ്. ഇനി അതുമല്ല, നമ്മുടേതായ ഭാഷയിൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ ഉണർത്തിക്കണമെങ്കിൽ അതും ആകാവുന്നതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വാരിദായി വന്ന ദിക്റുകളും ദുആകളും ചൊല്ലുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. എന്നാൽ പണ്ഡിതന്മാർ ഹദീസിൽ വന്ന, ഖുർആനിലും വന്ന ചില ഹദീസുകൾ, ചില ദിക്റുകളും ദുആകളും ഒക്കെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചൊല്ലാവുന്നതാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ നിന്ന് നാം ഏതാനും ദിക്റുകൾ ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഒന്ന് വായിക്കുക മാത്രം ചെയ്യുന്നു. ഇത് തന്നെ ചൊല്ലിക്കണമെന്നില്ല. ഇതൊക്കെ ഖുർആനിലും ഹദീസിലും വന്നതാണ്. വേറെ നിങ്ങൾക്ക് അറിവുള്ള ദിക്റുകളും ദുആകളും ഒക്കെ ചൊല്ലാവുന്നതാണ്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വളരെ ശ്രേഷ്ഠമായ ഒരു ദിക്റാണ്. മറ്റൊന്ന്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊന്ന്, റബ്ബി ഇഗ്ഫിർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അൻതൽ അഅസ്സുൽ അക്രം. ഇനി ഇത്രയും ദിക്റാണ് ചൊല്ലിയത്. ഇനി ദുആകൾ. اللهم إني أسألك الجنة وما قرب إليها من قول وعمل وأعوذ بك من النار وما قرب إليها من قول وعمل. ഇതിൻ്റെയൊക്കെ ആശയം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഓർത്തുകൊണ്ട് ദുആ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് വേണ്ടത്.
എന്താണ് ഇപ്പൊ ആ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് അനുഗ്രഹ ഭവനമായ സ്വർഗം ചോദിക്കുന്നു. വമാ ഖററബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ, ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന വാക്കും പ്രവൃത്തിയും നിർവഹിക്കാൻ നിന്നോട് ഞങ്ങൾ തൗഫീഖ് ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. വമാ ഖററബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ, ആ നരകത്തിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്ന എല്ലാ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു. വളരെ അർത്ഥസമ്പുഷ്ടമായ ദുആയാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഹദീസിൽ വന്നിട്ടുള്ളതാണ്. വേറൊന്ന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ, അല്ലാഹുവേ ഞാൻ നിന്നോട് നിന്റെ പൊരുത്തവും പ്രീതിയും സ്വർഗവും ചോദിക്കുന്നു, നിന്റെ ക്രോധത്തിൽ നിന്നും കോപത്തിൽ നിന്നും നരകത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. മറ്റൊന്ന്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദുആയാണ്. അല്ലാഹുവേ നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാകുന്നു, വിട്ടുവീഴ്ച ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് എന്റെ തെറ്റുകുറ്റങ്ങളോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ, മാപ്പാക്കണമേ. മറ്റൊന്ന്, റബ്ബന ഇഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? റബ്ബന ഇഗ്ഫിർ ലീ, ഇത് എങ്ങനെയാണ് നാം ദുആ ചെയ്യേണ്ടത് എന്നതിന്റെ ഒരു മാതൃക കൂടിയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ദുആ ചെയ്യുമ്പോൾ ആദ്യമായി സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇവിടെ ഇബ്രാഹിം നബി അങ്ങനെയാണ്, റബ്ബി ഇഗ്ഫിർ ലീ, നാഥ എനിക്ക് നീ പുറത്തു തരണമേ. അത് കഴിഞ്ഞാൽ പിന്നീട് മാതാപിതാക്കന്മാർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്, നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയല്ല. തർത്തീബ് അങ്ങനെയല്ല, മാതാപിതാക്കന്മാർക്കാണ് എപ്പോഴും മുൻഗണന. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കന്മാർക്കും നീ പുറത്തു തരണമേ. വലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണമേ. യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണ നാളിൽ, നാളെ പാരത്രിക ലോകത്ത് വിചാരണ നാളിൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണമേ. ഇതാണ് ദുആ, ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ, ഇതും പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. സൂറത്തുൽ ഫുർഖാനിൽ നാം പഠിച്ചിട്ടുള്ളതാണ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. നാഥ, ഞങ്ങളുടെ ഇണകളിലും സന്തതികളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളായ ആളുകൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കി തരുമാറാകണമേ. മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ ഇമാമുകളാക്കി തീർക്കുമാറാകണമേ എന്നാണ്. മുത്തഖീങ്ങളാക്കുക എന്നല്ല, മുത്തഖീങ്ങൾക്ക് ഇമാമുകളാക്കുക. ആരെ? നമ്മ മാത്രമല്ല, നമ്മുടെ ഭാര്യ സന്താനങ്ങളെ, നമ്മുടെ കുടുംബത്തെ. ഇസ്ലാമികമായ മാതൃകയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിലേക്ക് മറ്റുള്ളവർ ഉറ്റുനോക്കുന്ന ഒരവസ്ഥ, അത്രയും ഉയർന്ന വിധാനത്തിൽ ഞങ്ങളെ നീ ആക്കി തരണമേ. ഇതൊക്കെ ശരിക്കും മനസ്സറിഞ്ഞ് ദുആക്ക് ഉത്തരം കിട്ടുന്ന ആ അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനത്തിൽ വെച്ച് നാം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഈ ദുആ എന്ന് പറയുമ്പോൾ ഈ തവാഫ് ചെയ്യുമ്പോൾ മാത്രമുള്ളതല്ല, മസ്ജിദുൽ ഹറാമിൽ എപ്പോൾ ചെല്ലുമ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അതിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ദുആകളാകുന്നു ഇത്. ഇനി അത് കഴിഞ്ഞ് അറഫയിലേക്ക് നമ്മൾ എത്തും. ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് അറഫ, പക്ഷെ ദുൽഹജ്ജ് 9 മാത്രം. ഈ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ 365 ദിവസവും ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസം. അറഫ എന്ന് പറയുമ്പോൾ ആ ദുൽഹജ്ജ് 9 മാത്രമാണ് അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ പുണ്യം, അവിടുത്തെ ദുആക്ക് ഉത്തരം ലഭിക്കുക. ഇനി അത് കഴിഞ്ഞാൽ മദീന സന്ദർശന വേളയിൽ റൗള ഷരീഫ് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് ലോകത്ത് എല്ലായ്പ്പോഴും, മസ്ജിദുൽ ഹറാം പോലെ. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നാം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ദുആയിൽ ഒന്നാമതായി നമുക്ക് വേണ്ടിയാണ്, പിന്നീട് മാതാപിതാക്കൾ, പിന്നീട് ഭാര്യ സന്താനങ്ങൾ,
അതുപോലെ തന്നെ മൊത്തം സത്യവിശ്വാസികൾ. اللهم إني أسألك علما نافعا ورزقا واسعا وشفاء من كل داء. ഇത് തവാഫിന് ശേഷം ഇത്രയും ദുആകളാണ് തൽക്കാലം കോട്ട് ചെയ്തിട്ടുള്ളത്. ഖുർആനിലും ഹദീസിലും വന്ന അനേക ദുആകളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ദുആകളൊക്കെ ഈ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുആ ചെയ്യാവുന്നതാണ്, ദിക്റുകൾ ചൊല്ലാവുന്നതാണ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജ് കർമ്മങ്ങളിൽ, ഉംറയുടെ കർമ്മങ്ങളിൽ വുദു നിർബന്ധമുള്ള കർമ്മമാണ് തവാഫ്. തവാഫ് വുദു ഇല്ലാതെ സഹീഹാവില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി ഹറമിലേക്ക് പോകുമ്പോൾ തന്നെ വുദുവോടുകൂടി പുറപ്പെടുക. ഇനി അഥവാ തവാഫിനിടയിലോ മറ്റോ വുദു നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് പോയിട്ട് ഈ ഹറമിന്റെ അകത്ത് തന്നെ പുറത്തേക്ക് കിടക്കാതെ വുദു എടുക്കാൻ സൗകര്യമുണ്ട്. ബാത്റൂം സൗകര്യം പുറത്ത് കിടക്കണം മാത്രം. പക്ഷെ വുദു എടുക്കാൻ അതിന് അകത്ത് തന്നെ സൗകര്യമുണ്ട്. അവിടെ പോയിട്ട് വുദു പുതുക്കിയിട്ട് വന്ന് നേരത്തെ 4 തവാഫ് ചെയ്ത ശേഷമാണ് വുദു മുറിഞ്ഞതെങ്കിൽ പിന്നീട് 5 മുതൽ തവാഫ് ആരംഭിച്ചാൽ മതി. അങ്ങനെ അത് പൂർത്തീകരിക്കുക. വുദു നിർബന്ധമാണ്. എന്നാൽ സഈന് വുദു നിർബന്ധം ഇല്ല. അപ്പൊ വുദു നിർബന്ധമുള്ള നമസ്കാരം പോലെയുള്ള ഒരു ഇബാദത്താകുന്നു തവാഫ് എന്ന് ചുരുക്കം. ഇങ്ങനെ നാം തവാഫ് 7 പ്രാവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മഖാമു ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഷരീഫ് അടുത്തുയർത്തുമ്പോൾ കയറി നിന്നിരുന്ന ഒരു കല്ലാണ്. ആ കല്ലിൽ ഈ മണ്ണും വെള്ളവും ഒക്കെ കുഴച്ചുകൊണ്ടാണല്ലോ ഇവരിത് പഠിച്ചത്. അന്ന് നമ്മളെ കാലത്തെ പോലുള്ള ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ ചവിട്ടി നിന്നെടുത്ത് ആ ചളിയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാല് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കാൽപ്പാട് അതങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് കഅബയുടെ അടുത്തായിരുന്നു. പക്ഷെ പിന്നീട് തവാഫിന്റെ സൗകര്യത്തിന് വേണ്ടി അത് കഅബയിൽ നിന്ന് കുറച്ച് അകലെ വെച്ചിട്ടുണ്ട്, അത് തവാഫ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി. ആ മഖാമു ഇബ്രാഹിമിൽ വെച്ച് ഒരു 2 റക്അത്ത് നമസ്കരിക്കൽ സുന്നത്താണ്. അത് ഇതിന്റെ ഭാഗമാണ്. അത് അതിന്റെ തൊട്ടടുത്ത് തന്നെ നിസ്കരിച്ചോളണമെന്നില്ല. തൊട്ടടുത്ത് എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയില്ല. പരിസരത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. ആ നമസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ കാഫിറൂൻ പാരായണം ചെയ്യുന്നു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് സംസം വെള്ളം കുടിക്കൽ സുന്നത്താണ്. അതിന്റെ പരിസരത്തൊക്കെ സംസം വെള്ളമുണ്ട്. അത് കന്നാസിലുണ്ട്, അതല്ലാതെ ടാപ്പിലിട്ടൊക്കെ ഉണ്ട്. ആ സംസം കുടിക്കൽ സുന്നത്താണ്. സംസം കുടിച്ചു കഴിഞ്ഞാൽ ചൊല്ലാനുള്ള ദിക്റാണ് اللهم إني أسألك علما نافعا ورزقا واسعا وشفاء من كل داء. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ പ്രയോജനപ്രദമായ വിജ്ഞാനവും വിശാലമായ റിസ്ക്കും എല്ലാ അസുഖങ്ങളിൽ നിന്നുമുള്ള ശമനവും ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംസം വെള്ളം അത് എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടി കുടിച്ചുവോ അതിനുള്ളതാകും. അപ്പൊ രോഗശമനം ഉദ്ദേശിച്ചുകൊണ്ട് സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രോഗം ശമിക്കും. അപ്പോ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ഈ ദിക്റിന്റെ കാര്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റല്ല, മറിച്ച് അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലായവർ ഈ ദിക്ർ സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചൊല്ലാറുണ്ടായിരുന്നു. ആ നിലക്കാണ് നമ്മൾ ഇത് ചൊല്ലുന്നത്. ഇനി നമ്മൾ നേരെ സഅയ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നു. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഉംറക്ക് 4 റുക്നുകളാണുള്ളത്, 4 ഫർളുകളാണുള്ളത്. അതിലൊന്ന് മീഖാത്തിൽ വെച്ച് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. 2 പരിശുദ്ധ കഅബ തവാഫ് ചെയ്തു. 3-മത്തേത് സഫ മർവ മലകൾക്കിടയിലുള്ള സഅയ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സഫയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ സഫ പർവ്വതത്തിൽ കയറുമ്പോൾ, കയറാന്ന് പറഞ്ഞാൽ വലിയ മലയൊന്നുമല്ല, അതിപ്പം പിന്നെ 3-4 തട്ടുകളാക്കിയത് കൊണ്ട് ചെറിയ ഒരു കയറ്റം, ഒരു പ്രതീകാത്മകമായ ഒരു കയറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കയറുമ്പോൾ സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്താണ് ചൊല്ലേണ്ടത്. ഇന്ന സ്സഫ വൽ മർവത മിൻ ശാഇരില്ലാഹ് فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما
ومن تطوع خيرا فإن الله شاكر عليم. ഇത് ചൊല്ലിക്കൊണ്ടാണ് കയറേണ്ടത്. അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചൊല്ലുക. അങ്ങനെ ചൊല്ലി ആ പർവ്വതത്തിന്റെ മേലെ കയറി കഴിഞ്ഞാൽ, സഫ പർവ്വതത്തിന്റെ മേലെ എത്തിയാൽ ഇങ്ങനെ ഒരു ആംഗിളിൽ പരിശുദ്ധ കഅബ ഷരീഫ് കാണാൻ പറ്റും. ഈ കയറുമ്പോഴൊന്നും കാണൂല, കാരണം അവിടെയൊക്കെ ഭിത്തികളാണ്. കയറിക്കഴിഞ്ഞാൽ ഒരു ആംഗിളിൽ മാത്രം കഅബ ഇങ്ങനെ കാണും. ആ കഅബ കാണുന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ കഅബയിലേക്ക് നോക്കിക്കൊണ്ട് ചൊല്ലാനുള്ള ദിക്ർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 3 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. ഇത് ചൊല്ലൽ സുന്നത്താണ്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ സഫയിൽ നിന്ന് തിരിച്ച് മർവയിലേക്ക് പോകുന്നു. ഈ മർവയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ, ഈ സഫ മർവ പർവ്വതത്തിനിടയിൽ ചൊല്ലാൻ പ്രത്യേകമായ ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ എല്ലാ ദിക്റും ദുആയും ചൊല്ലാവുന്നതാണ്. അതിൽപ്പെട്ട ഒന്നാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വേറൊന്ന് റബ്ബിഗ്ഫിർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അൻതൽ അഅസ്സുൽ അക്രം. ഈ ദിക്ർ ആ സമയത്ത് സഫാ മർവ പർവ്വതങ്ങൾക്കിടയിൽ ചൊല്ലാവുന്നതാണ്. വേറെയും ദിക്റുകൾ ചൊല്ലാവുന്നതാണ്. ഈ സഫാ മർവ പർവ്വതത്തിനിടയിൽ ഒരു കുറച്ച് സ്ഥലം പച്ച ലൈറ്റൊക്കെ കൊടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഒന്ന് ഓടൽ സുന്നത്താണ്. ആ ഓടുക എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കേ ഉള്ളൂ സുന്നത്ത്, പെണ്ണുങ്ങൾക്ക് ഓടൽ സുന്നത്തില്ല. അപ്പൊ ആണുങ്ങൾ ഓടുന്നു, കൂടെയുള്ള പെണ്ണുങ്ങൾ ഓടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഓട്ടമല്ല, ഒന്ന് കുറച്ച് വേഗത്തിൽ. എന്നിട്ട് ആ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളൊന്ന് സ്ലോ ആക്കുമ്പോഴേക്ക് പെണ്ണുങ്ങൾ കൂടെ എത്തിച്ചേർന്നിട്ടാവും. ആ രൂപത്തിലാണ് അത് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ മർവ പർവ്വതത്തിന്റെ മേലെ കയറുമ്പോൾ, നേരത്തെ സഫയിൽ കയറുമ്പോൾ ചൊല്ലിയ അതേ ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാഹ് അതേ ആയത്ത് ചൊല്ലുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സഫ പർവ്വതത്തിന്റെ മേലെ കയറിയാൽ ചൊല്ലാനുള്ള അതേ ദിക്ർ ചൊല്ലുന്നു. വീണ്ടും തിരിച്ചു വരുന്നു. ഈ ദിക്റുകളൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ 7ാമത്തെ പ്രാവശ്യം, നമ്മൾ തുടങ്ങിയത് സഫയിൽ നിന്നാണെങ്കിൽ അവസാനിക്കുന്നത് മർവയിലായിരിക്കും. മർവയിലെത്തുന്നതോടുകൂടി സാഴിയെ പൂർത്തിയായി കഴിയും. സാഴി പൂർത്തിയായാൽ ഇനി 3 ഫർളുകൾ കഴിഞ്ഞു. 4ാമത്തേതാണ് ബാക്കി. അത് മുടിയെടുക്കലാണ്. ഈ മുടിയെടുക്കുന്നത് ഇപ്പൊ നേരത്തെ തന്നെ ഹജ്ജിന് പോകുന്നവരാണെങ്കിൽ, ഉദാഹരണമായിട്ട് ആഴ്ചകൾക്ക് മുൻപ് ഹജ്ജിന് പുറപ്പെട്ടു, അങ്ങനെയുള്ള ഇപ്പൊ ഇവിടെ ചില സംഘങ്ങൾ പോയി, ഇപ്പോ ഗവൺമെന്റ് ഹജ്ജ് സംഘങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതാനും ആഴ്ചകൾക്ക് മുൻപ്, ഹജ്ജിന്റെ ആഴ്ചകൾക്ക് മുൻപ് ചെന്നിട്ട് ഉംറ നിർവഹിക്കുന്നവരാണെങ്കിൽ മുടി കംപ്ലീറ്റ് മൊട്ടയടിക്കാവുന്നതാണ്. മൊട്ടയടിക്കലാണ് മുഅക്കദായ സുന്നത്ത്. ഇനി അതല്ല, ഹജ്ജിന്റെ ഏതാനും ദിവസം മുമ്പാണ് അവിടെ ഉംറയ്ക്ക് ചെല്ലുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ 2 ആഴ്ചത്തെ പാക്കേജാണ് ഇപ്പൊ ഈ കുവൈത്തിൽ നിന്ന് പോകുന്നവരും ഒക്കെ ഉള്ളത്. ഈ 2 ആഴ്ചത്തെ പാക്കേജ് ആകുമ്പോൾ ഹജ്ജിന്റെ ഏതാനും ദിവസം മുൻപ് മാത്രമാണ് മക്കയിൽ എത്തുക. നേരെ മദീനത്തേക്കാണ് ആദ്യം പോവുക, മക്കയിൽ എത്തുക ഹജ്ജിന്റെ ഏതാനും ദിവസം മുൻപ് മാത്രം. അപ്പം ഈ ഉംറയ്ക്ക് ശേഷം തല മൊട്ടയടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ ഹജ്ജിന്. ഹജ്ജിന്റെ പിന്നെ തവാഫുൽ ഇഫാദ, ഹജ്ജിന്റെ നിർബന്ധമായ തവാഫ് നിർവഹിച്ചു കഴിഞ്ഞ്, ആ തവാഫ് നിർവഹിക്കേണ്ടതില്ല, അതിന്റെ മുമ്പ് തന്നെ, ഹജ്ജ് തവാഫ് നിർവഹിക്കുന്നതിന് മുൻപ് തന്നെ ദുൽഹജ്ജ് 10-ന് തലമുണ്ടനം ചെയ്യും. ഓക്കെ. ഈ ഹജ്ജിന്റെ ഏതാനും ദിവസം മുൻപ് മാത്രം ഉംറ ചെയ്യുമ്പോൾ തലമുണ്ടനം ചെയ്താൽ പിന്നീട് ഈ ദുൽഹജ്ജ് 10-ന് മുണ്ടനം ചെയ്യാൻ തലയിൽ മുടിയൊന്നും കാണൂല. അപ്പൊ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്, ഹജ്ജിന് തൊട്ട് മുമ്പ് ഉംറ നിർവഹിക്കുന്നവരാണെങ്കിൽ അപ്പൊ മുടി വെട്ടുക. പക്ഷെ വെട്ടൽ ശ്രദ്ധിക്കാനുള്ള, എവിടെയെങ്കിലും വെട്ടിയാൽ പറ്റൂല, മൊത്തം തല മുഴുവൻ കവർ ചെയ്യുന്ന രൂപത്തിലാണ് വെട്ടേണ്ടത്. അപ്പൊ മിഷീൻ വെച്ചാൽ മതി. മിഷീൻ 4 നമ്പർ എന്നൊക്കെ പറയില്ലേ, അത് വെച്ചാൽ മതി. എന്നാൽ പിന്നീട് ദുൽഹജ്ജ് 10-ന് തഹല്ലുലാകുന്ന, ഹജ്ജിൽ നിന്ന് തഹല്ലുലാകുന്ന സമയത്ത് തല മുണ്ഡനം ചെയ്യാം.
ഇനി അതല്ല, ഒരു 10-12 ദിവസം മുമ്പ്, 2 ആഴ്ച മുമ്പൊക്കെ ഉംറ നിർവഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മുണ്ഡനം ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെയും അവിടെയും ഒക്കതായ സുന്നത്തിന്റെ പ്രതിഫലം, പുണ്യം ലഭിക്കും. അങ്ങനെ ഈ തല മുണ്ഡനം ചെയ്യുന്നതോടുകൂടി തഹല്ലുലായി. ഇത് സ്ത്രീകളാണെങ്കിൽ, സ്ത്രീകൾ ഒരു വിരലിന്റെ നീളത്തിൽ ഒരു ഏതാനും മുടി ഇങ്ങനെ പിടിച്ചിട്ട് അത് മുറിച്ചാൽ മാത്രം മതി. അത് അവിടുന്ന് ചെയ്യാൻ നിൽക്കേണ്ട, താമസ സ്ഥലത്ത് ചെന്ന ശേഷം അത് നിർവഹിച്ചാൽ മതി. പുരുഷന്മാർക്ക് അവിടുന്ന് സഴി നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നായിട്ട് ആ ക്ലോക്ക് ടവറിന്റെ അണ്ടർഗ്രൗണ്ടിലൊക്കെ നിറയെ ബാർബർ ഷോപ്പുകളാണ്. അവിടുന്ന് അത് നിർവഹിക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പത്രത്തിൽ ഫോട്ടോ കണ്ടു. മൊബൈൽ ഇത് സഴി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ വാഹനത്തിൽ അങ്ങ് കയറി കഴിഞ്ഞാൽ അങ്ങനെ മൊട്ടടിക്കുന്ന സംവിധാനം ഇതായിട്ട്, അത് തന്നെ ഫ്രീ ആണെന്നൊക്കെ കണ്ടു പത്രത്തിൽ. പക്ഷെ അതൊന്നും എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ മാത്രം കാണൂല. ഏതായാലും ഈ തല മുണ്ഡനം ചെയ്യുകയോ മുടി വെട്ടുകയോ ചെയ്യുന്നതോടുകൂടി ഉംറയിൽ നിന്ന് തഹല്ലുലായി. ഇത് തമത്തുആയിട്ട് ഹജ്ജ് ഉംറയും നിർവഹിക്കുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. എന്ന് വെച്ചാൽ ആദ്യം ഉംറ നിർവഹിക്കുന്നതിൽ നിന്ന് തഹല്ലുലാകുന്നു. പിന്നീട് ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നു. ഇതിനാണ് തമത്തു എന്ന് പറയാം. എന്നാൽ ഇങ്ങനെ തമത്തുആയിട്ട് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഖിറാനായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു വന്നു, അവര് ഇപ്പൊ ഉംറ നിർവഹിക്കുന്നില്ല. അവരുടെ ഉംറയും ഹജ്ജും ഒരുമിച്ചാണ് നിർവഹിക്കുന്നത്. അഥവാ ഹജ്ജിന് ചെയ്യാനുള്ള തവാഫ്, പിന്നെ ഇഫാദ ഉണ്ടല്ലോ, നിർബന്ധമായ തവാഫ്, ആ തവാഫ് തന്നെയാണ് ഖിറാനായി ഇഹ്റാമിൽ പ്രവേശിച്ചവർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ പിന്നെ തവാഫ് ചെയ്യും. ആ തവാഫ് ഹജ്ജിന്റെയോ ഉംറയുടെയോ തവാഫല്ല. അത് തവാഫുൽ ഖുദൂം എന്നാണ് അതിന് പറയാ. തവാഫുൽ ഖുദൂം എന്ന് വെച്ചാൽ പരിശുദ്ധ മക്കയിൽ എത്തിച്ചേർന്നാൽ ഒരു തവാഫ് ചെയ്തേ പറ്റും. അതിപ്പം തമത്തുആയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നവർ ഓൾറെഡി ഉംറയുടെ തവാഫ് ചെയ്തു. അപ്പൊ അവർക്ക് ഖുദൂമിന്റെ തവാഫില്ല. എന്നാൽ ഖിറാനായിക്കൊണ്ട് പ്രവേശിച്ചവര്, ഇഹ്റാമിൽ പ്രവേശിച്ചവര്, അവർക്ക് ഉംറയുടെ തവാഫില്ല, ഉംറയുടെ സഴിയും ഇല്ല. പക്ഷെ അവര് മക്കയിൽ എത്തിയാൽ തവാഫ് ചെയ്തേ പറ്റും. അതാണ് തവാഫുൽ ഖുദൂം. ഈ തവാഫുൽ ഖുദൂം അവർ ചെയ്യും. ആ ചെയ്യുന്നവർ അതിൻ്റെ കൂടെ സഴിയും നിർവഹിക്കുകയാണെങ്കിൽ, അങ്ങനെ നിർവഹിക്കുകയാണെങ്കിൽ അവർക്ക്, ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിരുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹജ്ജിന്റെ തവാഫ് ഉണ്ടല്ലോ, തവാഫുൽ ഇഫാദ, ആ തവാഫിന്റെ കൂടെ പിന്നെ സഴി നിർവഹിക്കേണ്ടതില്ല. അപ്പോ അത് ഖിറാനായി ഇഹ്റാമിൽ പ്രവേശിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ടുള്ള ഒരു സൗകര്യം എന്താ വെച്ചാല്, ഫ്രഷ് ആയിട്ട് മക്കയിൽ വരുമ്പോൾ നല്ല ആരോഗ്യസ്ഥിതിയിലായിരിക്കും. കാരണം ഹജ്ജിന്റെ ക്ഷീണമൊന്നും ബാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു തവാഫുൽ ഖുദൂമിന്റെ കൂടെ സഴി നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരക്കും ആപേക്ഷികമായിട്ട് കുറവായിരിക്കും. കാരണം ഇങ്ങനെ വരുന്നവരുണ്ടാവുക. പക്ഷേ ഈ തവാഫുൽ ഇഫാദ, ഹജ്ജിന്റെ തവാഫ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വന്നവരെല്ലാവരും കൂടെ വന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമായിരിക്കും. അപ്പൊ നല്ല തിരക്കായിരിക്കും. ഇത് മാത്രമല്ല, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനമാണ് ഈ വരുന്നത്. ദുൽഹജ്ജ് 10, 11, 12 അപ്പോഴേക്ക് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം, ദുർബലരായവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് സഴി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ദുഷ്കരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ തവാഫുൽ ഖുദൂമിന്റെ കൂടെ സഴിയും കൂടെ അവർ നിർവഹിക്കുകയാണെങ്കിൽ, കാരണം അവരിപ്പോ ഇഹ്റാമിലാണ് വന്നിട്ടുള്ളത്, അവർക്ക് പിന്നീട് ഹജ്ജിന്റെ തവാഫിന്റെ കൂടെ സഴി നിർവഹിക്കേണ്ടതില്ല എന്ന സൗകര്യമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. നിങ്ങളെല്ലാവരും ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ തമത്തുആയിക്കൊണ്ടാണ് ഹജ്ജ് നിർവഹിക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപവും. ഇനി മറ്റേ ഖിറാനായിക്കൊണ്ടും ഇഫ്രാദായിക്കൊണ്ടൊക്കെ അത് ചെയ്യാറുള്ളവർ, അത് അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ചില മസ്ലഹത്തുകളുണ്ട്. ആ നിലക്കാണ് അത് നിർവഹിക്കുന്നത്. അപ്പോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നമ്മൾ തമത്തുആയിട്ടാണ് നിർവഹിക്കുക. തമത്തുആയിട്ട് നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സഴി ചെയ്തു, തല മൊട്ടയടിക്കുകയോ തലമുടി വെട്ടുകയോ ചെയ്യുന്നതോടുകൂടി തഹല്ലുലായി കഴിയും. ഇനി സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് സാധാരണ ജീവിതം നയിക്കാം. ഏതുവരെ? ദുൽഹജ്ജ് 8 വരെ. ഈ ദുൽഹജ്ജ് 8 മക്കയിൽ തന്നെയാണുള്ളത്. മക്കക്കാരുടെ
വിധിയാണ് അവർക്കുള്ളത്. ആ താമസ സ്ഥലത്ത് വെച്ച് തന്നെ ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഹജ്ജിന് മീനായിലേക്ക് പോവുകയാണ് ചെയ്യുക. ദുൽഹജ്ജ് 8. ഈ ദുൽഹജ്ജ് 8 മീനായിൽ ചെന്ന് കഴിഞ്ഞാൽ ഹജ്ജിന്റെ കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല. അത് യൗമു തർവിയ എന്നാണ് പറയുക. യൗമു തർവിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹജ്ജാജിമാർക്ക് ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഉപയോഗിക്കാനുള്ള വെള്ളവും കാര്യമൊക്കെ സംഭരിച്ചു വെക്കുന്നത് ആ ദിവസം. അതുകൊണ്ടാണ് യൗമു തർവിയ എന്ന് പറയുന്നത്. വെള്ളം സംഭരിക്കുന്ന ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അതിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി മീനായിൽ ചെല്ലുന്നു എന്ന് മാത്രം. അല്ലാതെ ഹജ്ജിന്റെ കർമ്മം ഒന്നും അന്ന് ചെയ്യാനില്ല ദുൽഹജ്ജ് 8. പിറ്റേന്ന് പ്രഭാതത്തിലാണ് പിന്നീട് അറഫയിലേക്ക് പുറപ്പെടുന്നത്. ഹജ്ജിന്റെ മുഖ്യ കർമ്മമായ അറഫയിലേക്ക് പുറപ്പെടുന്നത്. ഈ അറഫയിൽ നിൽക്കുക എന്നതാണ് ഹജ്ജിന്റെ മുഖ്യ കർമ്മം. ഈ മീനായിൽ നിന്ന് അറഫയിലേക്ക് 10 കിലോമീറ്റർ ആണ് ദൂരം. 10 കിലോമീറ്റർ. കിലോമീറ്റർ 10 ആണെന്നുണ്ടെങ്കിലും ബസ് മാർഗമൊക്കെ അങ്ങോട്ട് എത്തിച്ചേരാൻ സമയമെടുക്കും. അങ്ങോട്ട് താരതമ്യേന പെട്ടെന്ന് എത്തിയേക്കാമെങ്കിലും തിരിച്ച് അറഫയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മണിക്കൂറുകളോളം എടുക്കും. കാരണം അത് ആയിരക്കണക്കിന് ബസ്സുകളാണ് ഹജ്ജാജിമാരെ കൊണ്ടിട്ട് വരിക. പലരും നടന്നാണ് വരിക. നടന്നു വരലാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ എളുപ്പം. നടന്നു വരുമ്പോ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കാണ് വരുന്നത്. മുസ്ദലിഫയിൽ നിന്ന് അറഫയിലേക്ക് 6 കിലോമീറ്റർ. മീനായിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് 4 കിലോമീറ്റർ. മുസ്ദലിഫയിൽ നിന്ന് അറഫയിലേക്ക് 6 കിലോമീറ്റർ. പക്ഷെ മീനായിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോൾ മുസ്ദലിഫയിൽ കർമ്മങ്ങളൊന്നുമില്ല. അപ്പൊ നേരെ പാസ് ചെയ്യുകയുള്ളൂ. അപ്പൊ തിരിച്ചു വരുമ്പോ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് 6 കിലോമീറ്റർ ആണ്. നടക്കാൻ സാധിക്കുമെങ്കിൽ നടപ്പാതയുണ്ട് നടന്നു വരാൻ വേണ്ടിയിട്ട്. 10,000 കണക്കിന് ഹജ്ജാജിമാർ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഫാമിലി സഹിതം പോകുമ്പോൾ അതൊന്നും നടക്കൂല. ഇത് മാത്രമല്ല, ഗ്രൂപ്പായിട്ട് പോകുമ്പോഴും നടക്കൂല. ഗ്രൂപ്പ് എങ്ങനെയാണോ നീങ്ങുന്നത് അങ്ങനെ മാത്രമേ നമുക്ക് നീങ്ങാൻ സാധിക്കുള്ളൂ. അതല്ല കുറച്ച് ആളുകൾ ഇങ്ങനെ പിന്നെ ഒരു ഗ്രൂപ്പും ഒന്നുമല്ലാതെ ഫാമിലി ഒന്നും ഇല്ലാതെ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നടക്കുക എന്നതാണ്. അത് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് മാത്രമല്ല, മുസ്ദലിഫയിൽ നിന്ന് മീനായിലേക്ക് ആവട്ടെ, ആ 4 കിലോമീറ്റർ എല്ലാവരും നടന്നേ പറ്റുള്ളൂ. വാഹനമില്ല. അങ്ങോട്ട് നമ്മൾ എത്തുന്നേ ഉള്ളൂ. നമ്മൾ മീനായിൽ നിന്ന് അറഫയിലേക്കാണ് പോകുന്നത്. ഈ അറഫയിൽ നിൽക്കേണ്ടത് ഹജ്ജിന്റെ മുഖ്യ കർമ്മം അറഫയിലെ നൃത്തമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, അൽ ഹജ്ജു ഹുവൽ അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിലെ നൃത്തമാകുന്നു. അറഫയിൽ ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അല്പമെങ്കിലും നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ആൾക്ക് ഹജ്ജ് ലഭിക്കുകയില്ല. ബാക്കി കർമ്മങ്ങളൊക്കെ പിന്നെ പരിഹാരങ്ങളുണ്ട്. പക്ഷേ അറഫയിലെ നൃത്തം ആ നിശ്ചിത സമയമെങ്കിലും അവിടെ നിന്നേ പറ്റൂ. ആ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ളുഹുറും അസ്റും ജമ്മും കസ്റുമാക്കി നമസ്കരിക്കും. അത് ഹജ്ജിന്റെ അമീർ, അവിടെ മസ്ജിദ് നമീറ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. 1.5 ലക്ഷം ഹാജിമാർക്ക് നമസ്കരിക്കാവുന്ന പള്ളിയാണ്. അവിടെയാണ് ഹജ്ജിന്റെ അമീർ ഖുത്ബ നിർവഹിക്കുക. ഖുത്ബയുണ്ട്. വെള്ളിയാഴ്ച നമ്മുടെ ജുമുഅ പോലെയുള്ള ഖുത്ബയുണ്ട്. ഹജ്ജിന്റെ അമീറാണ് ഖുത്ബ നിർവഹിക്കുക. അങ്ങനെ അവിടെ വെച്ചിട്ട് ളുഹുറും അസ്റും, ഒരു ബാങ്ക് ഉണ്ടാവുള്ളൂ, 2 ഇഖാമത്ത് കസറാക്കിക്കൊണ്ട് നിസ്കരിക്കും. അസ്ർ ളുഹറിന്റെ കൂടെ ജമ്മാക്കിയിട്ടാണ് നിസ്കരിക്കുക. 2 റക്അത്ത് ളുഹർ നിസ്കരിക്കും, 2 റക്അത്ത് അസ്ർ നിസ്കരിക്കും. വേറെ ഇഖാമത്ത് കൊടുത്തുകൊണ്ട്. പിന്നെ ഹജ്ജിന്റെ അമീറിന്റെ ഒരു പ്രസംഗം ഉണ്ടാവും. പക്ഷെ അവിടെ വരുന്ന ഹജ്ജാജിമാരിൽ ഒരു 10% ഹജ്ജാജിമാർക്ക് പോലും ആ പള്ളിയിൽ പ്രവേശിക്കാൻ കഴിയില്ല. 1.5 ലക്ഷമാണ് കപ്പാസിറ്റി. ഹജ്ജിന് ഒരു 20-25 ലക്ഷം പേര് ഉണ്ടാവും. പിന്നെ ആ പള്ളിയുടെ പുറത്ത് കുറെ പേരൊക്കെ ഉണ്ടാവും. അവർക്ക് മാത്രമേ ആ പ്രസംഗം കേൾക്കാനൊക്കെ സാധിക്കുള്ളൂ. പക്ഷെ ആ പ്രസംഗം കേൾക്കലും അവിടുത്തെ നിസ്കാരത്തിൽ പങ്കെടുക്കലും നിർബന്ധമല്ല. ഈ ഹജ്ജാജിമാരൊക്കെ അറഫയിൽ എവിടെയാണോ അവർക്ക് നിശ്ചയിക്കപ്പെട്ട തമ്പും കാര്യമൊക്കെ ഉള്ളത് അവിടെ വെച്ച് തന്നെ നമസ്കരിച്ചാൽ മതി. സ്വാഭാവികമായി അവിടെ ഓരോ ഹജ്ജിന്റെയും അമീർമാര് അവിടെ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അവിടെ വെച്ച് നൽകും.
ഇങ്ങനെ ളുഹറിന് ശേഷമാണ് അറഫയിലെ നൃത്തം. ഈ ളുഹറും അസ്റും ജമാക്കി നിസ്കരിച്ച ശേഷം ആ നൃത്തത്തിൽ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദുൽഹജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട ഒരു കർമ്മമില്ല എന്ന് മാത്രമല്ല, ദുൽഹജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ. അത് പറയുമ്പോൾ പലർക്കും സംശയം വരും, റമദാനിലെ അവസാനത്തെ 10 അല്ലേ ഏറ്റവും ശ്രേഷ്ഠം? റമദാനിലെ അവസാനത്തെ 10-ലല്ലേ ലൈലത്തുൽ ഖദർ ഉള്ളത്, 1000 രാവുകളേക്കാൾ ശ്രേഷ്ഠമായ രാവുള്ളത് എന്ന് പലരും സംശയിക്കാറുണ്ട്. അതിന് പണ്ഡിതന്മാർ നൽകുന്ന വിവരണം, ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 പകലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ റമദാനിലെ അവസാനത്തെ 10-ലെ 10 പകലല്ല, അത് ദുൽഹിജ്ജ ആദ്യത്തെ 10-ലെ 10 പകലുകളാണ്. എന്നാൽ ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 രാവുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് റമദാനിലെ അവസാനത്തെ 10-ലെ 10 രാവുകളാണ്. കാരണം ആ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. അപ്പോ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. അതിൽ തന്നെ ഈ ദുൽഹിജ്ജ 9 ലോക മുസ്ലിങ്ങൾ എല്ലാവരും അറഫ നോമ്പെടുക്കുന്ന ആ ദിവസം ഹജ്ജാജിമാർ മുഴുവൻ 100% സംഗമിക്കുന്ന ആ മൈതാനം, എല്ലാ ഹജ്ജാജിമാരും ഒരുമിച്ച് സംഗമിക്കുന്നത് ഈ അറഫയിൽ മാത്രമാണ്. മസ്ജിദുൽ ഹറാമിൽ ഒരേ ദിവസം ഒരേ സമയത്ത് എല്ലാ ഹജ്ജാജിമാരും സംഗമിക്കൂല. മീനായിൽ എല്ലാ ഹാജിമാരും എല്ലാ ദിവസവും ഒരുമിച്ച് സംഗമിക്കൂല. മീനായിൽ ഹാജിമാരുണ്ടാവും, പക്ഷെ എല്ലാവരും ഒരേപോലെ ഒരു ദിവസം അവിടെ സംഗമിക്കൂല. മുസ്ദലിഫയിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ അറഫ മൈതാനത്ത് 100% ഹാജിമാരും സംഗമിച്ചേ തീരൂ. ഒരല്പസമയമെങ്കിലും ഈ ദുൽഹജ്ജ് 9-ന് ളുഹറിന് ശേഷം, പിറ്റേ ദിവസം ദുൽഹജ്ജ് 10-ന് ഫജറിന്റെ മുമ്പ് ഈ അറഫ മൈതാനിയിൽ അല്പസമയം കഴിച്ചു കൂട്ടാൻ സാധിക്കാത്തവർക്ക് ഹജ്ജ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവിടെ സംഗമിച്ചിരുന്നു എന്ന് മാത്രമല്ല, ആ അറഫ മൈതാനിയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന ദിവസത്തിൽ നിർവഹിക്കുന്ന ദുആ അത് മുസ്തജാബായ ദുആയാണ്. ആ ദുആക്ക് ഉത്തരം ലഭിക്കും. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അത് അറഫയിൽ മാത്രമല്ല, അത് എവിടെ വെച്ച് ദുആ ചെയ്യുകയാണെങ്കിലും, നാം നമ്മുടെ നാട്ടിൽ വീട്ടിൽ വെച്ച് ദുആ ചെയ്യുകയാണെങ്കിലും ദുആയിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഒരാൾ ദുആ ചെയ്യുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. വലം യഹ്മദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടല്ല, ഹംദോട് കൂടിയല്ല ദുആ ആരംഭിച്ചത്. വലം യുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തും ചൊല്ലിയിട്ടില്ല. ഹംദും സലാത്തും ഇല്ലാതെയാണ് ദുആ ചെയ്തത്. ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്ജല ഹാദാ, ഈ ഇദ്ദേഹം ദുആയിൽ തിടുക്കം കാണിച്ചിരിക്കുന്നു, ഇങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. സുമ്മ ഖാൽ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് എല്ലായ്പ്പോഴും ഹജ്ജാജിമാർക്ക് മാത്രം ബാധകമായ സംഗതിയല്ല. ഇദാ ദഅ അഹദുക്കും ഫല്യബ്ദ ബിത്തഹ്മീദി റബ്ബഹു, നിങ്ങളിൽ ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വേണം ദുആ ചെയ്യാൻ. അല്ലാഹു തആലയോട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കാനിരിക്കുകയാണ്. ഈ ചോദിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല നൽകിയ ഒരുപാട് നിഅമത്തുകളെ അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. ആ നിഅമത്തുകൾക്കൊക്കെ അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യണം, അല്ലാഹുവിനെ സ്തുതിക്കണം ആദ്യമായിട്ട്. അതുപോലെ തന്നെ വസ്സനാഉ അലൈഹി, അല്ലാഹുവിനെ വാഴ്ത്തുകയും വേണം. ഹംദും അല്ലാഹുവിനെ വാഴ്ത്തലും നമ്മളതാണ് അത്തഹിയാത്തിൽ ചെയ്തുകൊണ്ട്, അത്തഹിയാത്തു വൽ മുബാറകാത്തു വസ്സലവാത്തു വത്വയ്യിബാത്തു ലില്ലാഹ്, ഇതൊക്കെ അല്ലാഹു തആലയെ വാഴ്ത്തുകയാണ്. ഇങ്ങനെ അല്ലാഹുവിനെ സ്തുതിക്കുകയും അല്ലാഹുവിനെ വാഴ്ത്തുകയും ചെയ്യണം. അങ്ങനെയാണ് ദുആ ആരംഭിക്കേണ്ടത്. അതുപോലെ തന്നെ സുമ്മ യുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലണം. അത് ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്,
ഇത് ഏറ്റവും ചുരുങ്ങിയതാ, ഇത് സംഗ്രഹം. അത് ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ എത്രയാവാം? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ ലം യജ്അൽ ലഹു ഇവജ എന്ന് തുടങ്ങിയിട്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആലയെ സ്തുതിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാം, അള്ളാഹുവിനെ വാഴ്ത്താം. അതോടൊപ്പം നബിയുടെ പേരിൽ സലാത്ത് ഇബ്രാഹിം ചെല്ലാം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم എന്ന് തുടങ്ങിയിട്ട് നബിയുടെ പേരിലുള്ള സ്വലാത്ത് ദീർഘിപ്പിക്കാം. പക്ഷെ ചുരുങ്ങിയത് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഈ ഹംദോടും സലാത്തോടും കൂടിയാണ് ദുആ ചെയ്യേണ്ടത്. സുമ്മ യദ്ഉ ബിമാ ശാ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ദേശിക്കുന്നതൊക്കെ അല്ലാഹു തആലയോട് ചോദിക്കാം, ദുആ ചെയ്യാം. അറഫ ദിവസത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അറഫ ദിവസം ദുആയുടെ ദിവസമാണ് എന്ന് വിശ്വാസം. ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നരക വിമുക്തി നൽകുന്ന അത്രയും ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ദിവസത്തിലും നരക വിമുക്തി നൽകിയിട്ടില്ല എന്ന് വിശ്വാസം. നരക വിമുക്തി ലഭിക്കുക എന്ന് പറഞ്ഞാല് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടാലൊരു പരിണിതിയാണ്. ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലാണ്, ഒരു വിഭാഗം നരകത്തിൽ. രണ്ടിലും അല്ലാത്തൊരവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ നരക വിമുക്തരാകുക എന്ന് വെച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഏറ്റവും കൂടുതൽ പേരെ അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു തആലയോട് ദുആ ചെയ്യണം ആ ദിവസത്തിൽ. ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ അതോടുകൂടിയായിരിക്കണം. ദുഹറിന് ശേഷം ഗുറൂബാകുന്നത് വരെയാണ് അറഫയിലെ നൃത്തത്തിന്റെ സമയം. പകല് വരുന്നവരെ സംബന്ധിച്ചിടത്തോളാണത്. പകല് വരുന്നവർ ആ ഗുറൂബായി കഴിഞ്ഞാൽ പിന്നീട് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പ്രയാണം തുടങ്ങും. പക്ഷേ ഗുറൂബായിട്ടാണ് പുറപ്പെടുക എങ്കിലും അവിടെ വെച്ച് മഗ്‌രിബ് നമസ്കരിക്കൂല. മുസ്ദലിഫയിൽ ചെന്നിട്ട് മഗ്‌രിബ് ഇശാന്റെ കൂടെ പിന്തിച്ചുകൊണ്ട് അവിടെ നിന്നാണ് നിസ്കരിക്കുക. മുസ്ദലിഫയിൽ ചിലപ്പോൾ അർദ്ധരാത്രിക്കായിരിക്കും, അതിന്റെ ശേഷമായിരിക്കും. എന്തായാലും അവിടെ ചെന്നിട്ട് ജമ്മും ഖസ്റുമാക്കിക്കൊണ്ട് മുസ്ദലിഫയിൽ വെച്ചാണ് മഗ്‌രിബ് നിസ്കരിക്കുക. അറഫയിലാണ് ബാങ്ക് വിളിക്കുമ്പോൾ ഉണ്ടാകുക എങ്കിലും മഗ്‌രിബായിട്ട് അറഫയിൽ നിന്ന് പുറപ്പെടാൻ പാടും. അപ്പൊ ആ മഗ്‌രിബ് വരെയും ദുആയിൽ നിരതരാകുക, ഇതാണ് ചെയ്യാനുള്ളത്. അസ്ർ നമ്മൾ പറഞ്ഞു ളുഹറിന്റെ കൂടെ ഇവിടുന്ന് ജമ്മും ഖസ്റാക്കി നമസ്കരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ചില മദ്ഹബ് പ്രകാരം അവിടെ ഈ തമത്തുആയിട്ട് പിന്നെ ഉംറ നിർവഹിച്ച് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന മുസ്ലിംമാരും ഒക്കെ തന്നെ സംഘത്തിലുള്ളവരെ ഈ ജമ്മും ഖസ്റാക്കി നമസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാറില്ല. അവര് ളുഹറും അസ്റൊക്കെ അതാത് സമയത്ത് തന്നെയാണ് നിസ്കരിക്കുക. അതിനവര് പറയുന്ന സംഗതി എന്താ വെച്ചാല് ഈ ജമ്മും ഖസ്റും ആക്കുന്നത് പിന്നെ ഇപ്പോ ഹജ്ജിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ മക്കയിൽ വന്നു, അങ്ങനെ ഖിറാനായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരുടെ മസ്അലയാണുള്ളത്. ആ നിലക്ക് ആണ് ഈ ജമ്മും ഖസ്റും ആക്കുന്നത്. എന്നാൽ തമത്തുആയിട്ട് ഉംറ നിർവഹിച്ചു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് മക്കയിൽ വന്നു, ഉംറയിൽ നിന്ന് തഹല്ലുലായി, പിന്നെ അവര് മക്കക്കാരായി. അപ്പൊ മക്കക്കാരുടെ വിധിയാണ് അവർക്കുള്ളത്. അവര് ജമ്മും ഖസ്റും ആക്കേണ്ടതില്ല എന്നതാണ് അവരുടെ നിലപാട്. ആ മദ്ഹബ് ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനതിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതേസമയത്ത് അവിടുത്തെ ഹജ്ജിന്റെ അമീർ, സൗദി അറേബ്യന്റെ ഗ്രാൻഡ് മുഫ്തിയാണ് ഹജ്ജിന്റെ അമീറായിട്ടാണ് ഖുത്ബയൊക്കെ നിർവഹിക്കുക. ആ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നവരൊക്കെ ആ ഇമാമിനെ ഫോളോ ചെയ്തുകൊണ്ട് ളുഹറും അസ്റും അവിടുന്ന് ജമ്മും ഖസ്റുമാക്കി നിസ്കരിക്കുകയാണ് ചെയ്യുക. അതാണ് ഞാൻ വിവരിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, നിങ്ങൾ ഹജ്ജിന് പോയിട്ട് അതല്ലാത്ത രൂപത്തിൽ കാണും. കാരണം നിങ്ങൾ അമീർമാർ പലപ്പോഴും ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന നമ്മുടെ മലബാറിൽ നിന്ന് ഉള്ള മുസ്ലിംമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അവർ ചെയ്യുക. അപ്പോ അതില് ആരുമായും ഉടക്കേണ്ട സംഗതിയൊന്നുമില്ല. ഇത് വ്യത്യസ്ത മദ്ഹബുകളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവും, കർമ്മശാസ്ത്രത്തിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിൽ ഒന്ന്
ഫോളോ ചെയ്ത് അങ്ങ് അമൽ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘം ഏതാണോ ഫോളോ ചെയ്യുന്നത്, ആ അമീർ എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ നിർവഹിച്ചാൽ മതി. അങ്ങനെയും അമൽ സാധുവാകും, അതിനും വകുപ്പുണ്ട് എന്നർത്ഥം. അതല്ലാത്ത ഒരു രീതി ഈ സംഘമായിട്ട് ഹജ്ജിന് പോകുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. അമീറിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിനും ഇതിനും ഒക്കെ പഴുതുണ്ട് എന്ന് ചുരുക്കം. ഇപ്പോ ഞാൻ അക്ബർ ട്രാവൽസിന്റെ സംഘത്തിലാണ് പോയത്. അപ്പൊ അതില് അധികവും ഈ പറഞ്ഞ മലബാറിൽ നിന്നുള്ള അമീർമാരായിരുന്നു. അവരൊക്കെ ഈ ജമ്മാക്കി നമസ്കരിക്കുകയല്ല ചെയ്തത്. ളുഹറിന്റെ വക്തിനും അസ്റിന്റെ വക്തിനും നമസ്കരിച്ചു. അങ്ങനെയാണ് അവരത് നിസ്കരിച്ചത്. അതേസമയത്ത് മുസ്ദലിഫയിൽ ഈ പറഞ്ഞ മഗ്‌രിബും ഇശാവും അവിടെ ചെന്നിട്ട് ജമ്മും കസറുമാക്കിയാണ് നിസ്കരിച്ചത്. ജമ്മു കസർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മഗ്‌രിബ് കസറാക്കൂല. ജമ്മാക്കുക എന്ന 2 നമസ്കാരം ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക എന്നതിൻ്റെ അർത്ഥം. അപ്പൊ ളുഹറും അസറും കൂടെ ഒരുമിച്ച് നിസ്കരിക്കുമ്പോൾ അത് ജമ്മാക്കലാണ്. അത് ഈ 2 റക്അത്താക്കി നമസ്കരിക്കുമ്പോൾ അത് കസറാക്കുക. കസറാണ് ചുരുക്കുക, ജമ്മു കസർ. മഗ്‌രിബും ഇശാവും ജമ്മും കസറാക്കി നിസ്കരിക്കുമ്പോൾ മഗ്‌രിബ് ചുരുക്കൂല. മഗ്‌രിബ് 3 റക്അത്ത് തന്നെ നിസ്കരിക്കണം. 4 റക്അത്തുള്ള നമസ്കാരം മാത്രമേ ചുരുക്കി നമസ്കരിക്കാൻ പറ്റൂ. അത് 2 നിസ്കരിക്കാം. സുബ്ഹിയും മഗ്‌രിബും കസറാക്കൂല, ചുരുക്കൂല. സുബ്ഹി 2ഉം മഗ്‌രിബ് 3ഉം നമസ്കരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ അറഫ ദിവസം പകൽ അറഫ മൈതാനത്ത് എത്തിയവർ അവിടുന്ന് ഖുറൂബായി കഴിഞ്ഞാൽ മുസ്ദലിഫയിലേക്ക് പുറപ്പെടും. എന്നാൽ പകൽ എത്തിയില്ലെങ്കിലോ, പല പല കാരണങ്ങളാൽ ചിലർക്കൊക്കെ പകലിൽ അറഫയിൽ എത്താൻ സാധിച്ചില്ല എന്ന് വരാം. അവരൊരു പക്ഷേ മഗ്‌രിബിക്ക് ശേഷം രാത്രി ആയിരിക്കാം അറഫയിൽ എത്തുന്നത്. അവർക്കും അറഫയിൽ നിന്ന പുണ്യം ലഭിക്കും. അവരുടെ ഹജ്ജ് സാധുവാണ്. കാരണം ദുൽഹജ്ജ് 10 ഫജ്ർ വരെ അറഫയിലെ നൃത്തത്തിന്റെ സമയം. അപ്പൊ രാത്രി വന്നിട്ട് അവര് അറഫയിൽ നിന്നാൽ മതി. പക്ഷേ ഫജറിന്റെ മുമ്പ് അവര് മുസ്ദലിഫയിലേക്ക് പോകണം എന്ന് മാത്രം. മുസ്ദലിഫയിൽ രാത്രി തങ്ങാൻ അവർക്ക് ഒരു പക്ഷേ അവസരം കിട്ടൂല. രാത്രി വൈകിയാണ് അറഫയിൽ എത്തിയതെങ്കിൽ. അങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം യാത്രയിൽ ഒരു പക്ഷേ മക്കയിൽ എത്താൻ ഉദ്ദേശിച്ച സമയത്ത് എത്താൻ കഴിഞ്ഞില്ലായിരിക്കാം. പല പല കാരണങ്ങളാൽ അങ്ങനെ സംഭവിക്കും. ഇനി അതുമല്ല, ഈ അറഫയിലേക്കുള്ള യാത്രാ മാർഗത്തില് പിന്നെ എന്തെങ്കിലും മാർഗ തടസ്സങ്ങൾ ഉണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ പകലിൽ അറഫയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദുൽഹജ്ജ് 10 ഫജറിന്റെ മുമ്പ് അവിടെ എത്തിയാലും ഈ അറഫയിലെ നൃത്തത്തിന്റെ പുണ്യം ലഭിക്കും. ഹജ്ജിന് കോട്ടം സംഭവിക്കുകയില്ല. എന്നാൽ ഫിദിയ കൊടുക്കേണ്ടി വരും. ഫിദിയ കൊടുക്കേണ്ടി വരും. അത് ആ ഫിദിയ ആരൊക്കെയാണ് കൊടുക്കേണ്ടതില്ലാത്തത് എന്നത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വേറെ മനസ്സിലാക്കാം. ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 9 പകൽ തന്നെ അറഫയിൽ ചെല്ലുകയും അങ്ങനെ ഖുറൂബോടുകൂടി മുസ്ദലിഫയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്ന രീതി മാത്രമാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ അങ്ങേപ്പുറമുള്ളത് അങ്ങനെ ഒരു അവസ്ഥ എത്തുമ്പോൾ മാത്രം അത് അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതിന്റെ വിശദാംശങ്ങൾ. ഇനി അറഫയിൽ നിന്ന് ഖുറൂബായ ശേഷം മുസ്ദലിഫയിലേക്ക് പോകുന്നു. അറഫയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ 6 കിലോമീറ്ററാണ് മുസ്ദലിഫയിലേക്കുള്ള ദൂരം. മുസ്ദലിഫയിൽ അന്ന് രാപ്പാർക്കലാണ് ഈ ഹജ്ജിന്റെ കർമ്മമായി ചെയ്യാനുള്ളത്. ഇപ്പോ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഏതായാലും ഇന്നത്തോടുകൂടി 3 ക്ലാസ്സുകളായി. ഇനി മുസ്ദലിഫയിൽ രാപ്പാർക്കൽ, പിന്നീട് ദുൽഹജ്ജ് 10 ചെയ്യാനുള്ള ഹജ്ജിന്റെ കർമ്മങ്ങൾ. അതാണ് ജംറത്തുൽ അഖബ, വലിയ ജംറയെ എറിയലുണ്ട്. അതുപോലെ തന്നെ ബലിയെറുക്കലുണ്ട്, മുടിയെടുക്കലുണ്ട്, തവാഫുൽ ഇഫാദ ഉണ്ട്, ഹജ്ജിന്റെ നിർബന്ധ തവാഫായ തവാഫ്. ഈ 4 കർമ്മങ്ങളാണ് ഹജ്ജിന്റെ ഭാഗമായി ഇനി നിർവഹിക്കാനുള്ളത്. പക്ഷെ അതിൽ ഈ തവാഫുൽ ഇഫാദ ഈ ദുൽഹജ്ജ് 10നോ 11നോ 12നോ ഒക്കെ നിർവഹിച്ചാൽ മതി എന്നല്ല. ദുൽഹജ്ജ് അവസാനം വരെ അതിന് സമയമുണ്ട്. പക്ഷെ അത് നിർവഹിച്ചു കഴിഞ്ഞെങ്കിലേ പൂർണ്ണമായി തഹല്ലിലാവുകയുള്ളൂ എന്ന് മാത്രം. എന്നാൽ ഈ ദുൽഹജ്ജ് 10 നിർവഹിക്കേണ്ട 4 കർമ്മങ്ങൾ, ഒന്ന് ജംറത്തുൽ അഖബയെ എറിയൽ,
2 ബലിയറുക്കൽ, 3 മുടിയെടുക്കൽ, 4 തവാഫുൽ ഇഫാദ. ഇതിലേതെങ്കിലും 2 നിർവഹിച്ചാൽ ആദ്യത്തെ തഹല്ലുൽ ആകും. ആദ്യത്തെ തഹല്ലുൽ എന്ന് പറയുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും തഹല്ലുലാകും. എന്ന് വെച്ചാൽ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ നിന്ന് ഒഴിവാകും. അതുപോലെ തന്നെ പിന്നെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന അതെല്ലാം ആ വക എല്ലാ കാര്യങ്ങളും ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുക എന്ന ഒരു കാര്യം മാത്രം അത് തവാഫുൽ ഇഫാദ കൂടി നിർവഹിച്ചു കഴിഞ്ഞെങ്കിലേ പൂർണ്ണമായ തഹല്ലുലാവുള്ളൂ. അപ്പോഴേ അതിന് അനുവാദം ഉണ്ടാവുള്ളൂ. അതല്ലാത്ത ഒന്നാമത്തെ തഹല്ലുൽ അത് നടക്കും. അപ്പോ നമ്മുടെ ഈ മുസ്ദലിഫയിൽ രാപ്പാർക്കൽ, മീനായിൽ ചെന്നിട്ടുള്ള കർമ്മങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് 4ാമത്തെ ഒരു ക്ലാസ് എടുക്കാം. അന്നത്തോടു കൂടി നമ്മുടെ ഈ ഹജ്ജിന്റെ ക്ലാസ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അള്ളാഹു തആല അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ന് തൊട്ട് 15-ാം ദിവസം ശനിയാഴ്ച നമുക്കത് എടുക്കാം. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇനി ഇപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. വിവരിച്ച കാര്യങ്ങളിലുള്ള എന്തെങ്കിലും പിന്നെ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. കാരണം ബാക്കിയുള്ളത് സ്വാഭാവികമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വരും. ഉസ്താദെ, ഈ അറഫയിലെ നൃത്തത്തില് എന്തെങ്കിലും മിനിമം സമയം വല്ലതും പറയുന്നുണ്ടോ? അതിന് മിനിമം സമയമില്ല. അറ്റ്ലീസ്റ്റ് അറഫയിൽ ഇപ്പോ ഈ ഹജ്ജ് കർമ്മത്തിനിടയിൽ പിന്നെ രോഗബാധിതരായിക്കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ടാവും. ഇപ്പം ഒരു 10, 15, 10, 20 വർഷമായിട്ട് ഹജ്ജിന്റെ അമീറായിട്ട് പോയിക്കൊണ്ടിരുന്ന തയ്യിബ് ഫൈസി, കേരളത്തില് അറിയപ്പെടുന്ന സുന്നി പണ്ഡിതനാണ്. എൻ്റെ ക്ലാസ്മേറ്റാണ്, നാട്ടുകാരൻ തയ്യിബ് ഫൈസി. നമ്മുടെ ഖുർആൻ മനപ്പാഠ മത്സരത്തിന്റെ അന്ന് പിന്നെ ഇല്ലിക്കൽ ഓഡിറ്റോറിയത്തിൽ ഇവർ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഏതാവട്ടെ, മൂപ്പര് ഈ കഴിഞ്ഞ വർഷമല്ല അതിന്റെ മുമ്പത്തെ വർഷം പിന്നെ ഹജ്ജിന്റെ ഇടയിൽ പിന്നെ രോഗബാധിതനായി, ഗുരുതരമായ രോഗം, ആൾക്ക് നല്ല പ്രമേഹവും കാര്യമൊക്കെ ഉള്ളതാണ്, കുറച്ച് കിഡ്നിക്കും ഒക്കെ തകരാറുണ്ട്. അങ്ങനെ ICUവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. 2 ആഴ്ചയോളം അബോധാവസ്ഥയിലൊക്കെ ആയിരുന്നു. പക്ഷേ മൂപ്പരെന്ത് ചെയ്തു വെച്ചാൽ ഒരു ആംബുലൻസിൽ കുറച്ച് സമയം അറഫ മൈതാനത്ത് കൊണ്ട് നിർത്തി. അങ്ങനെ ഉണ്ടാവുന്നത് വീണ്ടും ICUവിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആംബുലൻസിലെങ്കിലും ആ അറഫയിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് സമയം നിർത്തും, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ ഒരു കുറച്ച് സമയം തന്നെയെങ്കിലും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ, എന്ന് വെച്ചാൽ ദുൽഹജ്ജ് 9-ന് പിന്നെ സൂര്യൻ നടുമധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ, എന്ന് വെച്ചാൽ ളുഹറിന്റെ വക്ത് മുതൽ ദുൽഹജ്ജ് 10-ന് ഫജറിന്റെ മുമ്പ് ഒരല്പസമയം തന്നെയെങ്കിലും അവിടെ തങ്ങിയിരിക്കണം എന്നേ ഉള്ളൂ. എത്ര സമയം എന്ന് വ്യവസ്ഥയില്ല. പക്ഷേ അതിന്റെ പൂർണ്ണമായ രീതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ളുഹർക്ക് മുമ്പ് അവിടെ എത്തുന്നു. അവിടെ ളുഹറും അസറും ജമ്മും കസറാക്കി ഉച്ചക്ക് നമസ്കരിക്കുന്നു. ളുഹറിന്റെ വക്തിലാണ് നമസ്കരിക്കുക. എന്നിട്ട് പിന്നെ ഇമാമ് ഒരു ഖുതുബ നിർവഹിക്കുന്നു. പിന്നീട് മഗ്രിബ് വരെ അവിടെ അറഫ മൈതാനിയിൽ തങ്ങുന്നു, ദുആ ചെയ്യുന്നു. ഇതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. എന്നാൽ അതിന് സാധിക്കാത്തവർ ഈ പറഞ്ഞ പിന്നെ ളുഹർ മുതൽ ദുൽഹജ്ജ് 9 ളുഹർ മുതൽ ദുൽഹജ്ജ് 10 ഫജറിന്റെ മുമ്പ് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം തന്നെയെങ്കിലും അവിടെ ചെലവഴിക്കുക. അതെ, അറഫയിലെ നൃത്തം എന്ന് പറയുമ്പോൾ അത് നിൽക്കുക, കിടക്കുക, അതെല്ലാം ഇതാണല്ലോ അല്ലെ? അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് നിൽക്കണം എന്നുള്ളതല്ല, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ലല്ല, അത് ഹദീസിൽ വന്നിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ആ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്താണ് ഉണ്ടായിരുന്നത് അധിക സമയവും. ഈ ഒട്ടകപ്പുറത്ത് ഇരുന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലെ പ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. അത് നിൽക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിൽക്കാം, ഇരിക്കാം, കിടക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനുള്ളതാണ് ആ ദിവസം. നിരന്തരം ദിക്റുകളിലും ദുആകളിലും വ്യാപൃതനായിരിക്കണം എന്ന് മാത്രം. വിശ്രമം എന്ന നിലക്ക് ഉറങ്ങുകയും ആവാം. അതിന് തമ്പും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അത് ഇന്ന രൂപത്തിലാവണം എന്ന് നിർബന്ധമില്ല.
പിന്നെ ഇപ്പം ഇതിലുള്ളതില് ഇപ്പൊ പൂർണ്ണമായി ആരാണ് എന്താണ് എന്തോ ഇവരെന്തോ ചോദിക്കുന്നുണ്ടല്ലോ, ചോദിച്ചോളി. ഞാൻ നിങ്ങള് ചോദിക്കാൻ പുറപ്പെട്ടു. പറഞ്ഞോളി. ഇക്തിബാ ഉണ്ടല്ലോ, പിന്നെ അത് തവാഫില് ഇക്തിബാ സുന്നത്ത് പിന്നെ ഫർളില് മാത്രമേ ഇക്തിബാ ഉള്ളൂ, സുന്നത്തില് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, ഫർദില് മാത്രമേ ഉള്ളൂ, ഫർദിലേ ഫർള് ഉള്ളൂ. തവാഫില് അതെല്ലാം മാത്രമാണ്. അതെ, ഈ ഫർള് ഫർദായ തവാഫ് തവാഫിൽ മാത്രമാണ് ഇൽത്തിബാ ഉള്ളത്. ഫർള് തവാഫ് ഏതൊക്കെയാണ്? ഫർള് തവാഫ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, തമത്തുവായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച ആള് വന്നിട്ട് ചെയ്യുന്ന ആദ്യത്തെ തവാഫ് ഫർദായ തവാഫാണല്ലോ. ഉംറക്ക് 4 ഫർളുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇഹ്റാം, രണ്ടാമത്തേത് തവാഫ്, മൂന്നാമത്തേത് സഅയ്, നാലാമത്തേത് മുടിയെടുക്കൽ. അപ്പൊ ഈ തമത്തുവായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച ആള് ആദ്യം ചെയ്യുന്ന തവാഫ് പിന്നെ ഇതാണ്, ഫർളാണ്. സുന്നത്തായ തവാഫ് എന്ന് നമ്മൾ പറയുമ്പോൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ സാധാരണ നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും, പള്ളിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, തഹിയ്യത്തിന് അഭിവാദ്യം. എന്നാൽ ഹറമിൽ പ്രവേശിച്ചാൽ നമസ്കാരത്തിന് പകരം തവാഫാണ് തഹിയ്യത്ത്. ആ തവാഫിലൊന്നും ഇത്തിബാ ആവശ്യമില്ല. എന്ന് മാത്രമല്ല, ആ തവാഫിൽ സാധാരണഗതിയിൽ പിന്നെ ഇപ്പം മത്താഫിൽ പ്രവേശനം ഇല്ല എന്നുണ്ടെങ്കിലും മുമ്പൊക്കെ നമ്മൾ പോയിരുന്ന സമയത്ത് നമ്മൾ സാധാരണ വസ്ത്രത്തിൽ തന്നെ തവാഫ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഇനിയിപ്പോ അതല്ല, പിന്നെ ഈ ഖിറാനായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച ആള് ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ ഉണ്ടാവുക. മൂപ്പര് ഹറമിൽ പ്രവേശിക്കുമ്പോഴൊക്കെ മൂപ്പർക്ക് വേണമെങ്കിൽ തവാഫ് ചെയ്യാലോ, കാരണം ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ്. പക്ഷെ ആ തവാഫിലൊക്കെ അത് സുന്നത്തായ തവാഫാണ്, അതിലൊന്നും ഇൽത്തിബാ സുന്നത്തില്ല. നമ്മള് ഇപ്പൊ ഗൾഫ് അല്ല സോറി പിന്നെ മക്കത്തൊക്കെ ജീവിക്കുമ്പോ നമ്മള് അങ്ങനെ ഉംറ ചെയ്യുമല്ലോ, അപ്പൊ അതിൽ ഇത് വേണ്ട അല്ലേ? അതെ, ഉംറ നിങ്ങൾ ചെയ്യുന്ന ഉംറയില് നിർബന്ധമായ തവാഫല്ല നിർവഹിക്കുന്നത്. മക്കത്തുള്ളപ്പോഴായാലും എവിടെയുള്ളപ്പോഴായാലും ഉംറയില് നമ്മൾ നിർവഹിക്കുന്ന തവാഫ് നിർബന്ധമായ തവാഫാണ്. ആ തവാഫ് ഇല്ലാതെ ഉംറ സഹിയാവില്ല. ഫർള് എന്ന് പറഞ്ഞാൽ ആ കർമ്മം വിട്ടുപോയി കഴിഞ്ഞാൽ ആ അമല് സ്വഹീഹാവില്ല, അതാണ് ഫർള്. ഇപ്പൊ നമസ്കാരത്തില് ഫാത്തിഹ പോലെ. പിന്നെ പറഞ്ഞു മറ്റേതുണ്ടല്ലേ, തവാഫില് ഖുർആൻ മനപ്പാടുള്ളവര് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞു. ഖുർആൻ നോക്കി ഓതിക്കൊണ്ട് നടന്നൂടെ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ചിലരങ്ങനെ കയ്യിൽ മുസാഫ് പിടിച്ചിട്ട് ഓതാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ദിക്റിന്റെ കിതാബുകൾ പോലും നോക്കിയിട്ടാണല്ലോ പലരും ചൊല്ലുക. അതിന് കുഴപ്പമില്ല. നിങ്ങള് പിന്നെ ഖുർആൻ മനപ്പാടുള്ളവരൊന്ന് പറഞ്ഞപ്പോ ചോദിച്ചാ. അതങ്ങനെ എന്ന് വെച്ചാൽ മനപ്പാടമായിട്ട് മാത്രമേ ഓതാവൂ എന്ന അർത്ഥത്തിലല്ല, നോക്കിയിട്ട് ഓതാവുന്നതാണ്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഒന്ന് തൊട്ട് 15-ാം ദിവസം പിന്നെ നമുക്ക് ഒരു ക്ലാസ്സോട് കൂടി ഇത് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹു തആല ഹജ്ജ് ക്ലാസ് നമുക്ക് പൂർത്തീകരിക്കാം. ഈ കൂട്ടത്തിലിപ്പം ഹജ്ജിന്